എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കുള്ള പ്രിയൻ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇച്ചിരി ലേറ്റായി പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് മാർക്കറ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു മൂവ്മെന്റ് തന്നു. പക്ഷെ അത് ബെയർ സൈഡിലോട്ടായിരുന്നു. നമ്മൾ അതുകൊണ്ട് ട്രേഡ് എടുത്തിട്ടില്ല. നമ്മളുടെ വ്യൂ എന്താണ്? നമ്മളുടെ ടോട്ടൽ ബയാസ് എന്ന് പറയുന്നത് ബുള്ളി സൈഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അതിലൊന്നും തന്നെ ട്രേഡ് എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ നമുക്ക് നേരത്തെ ഉള്ള നമ്മുടെ ആ ഒരു പൊസിഷൻസ് ഒക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഹീന്ദ്ര, റിലയൻസ്, ടൈറ്റാൻ, ജിയോ. സോ ഇന്ന് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 3 lakhിലാണ് നമുക്കിന്ന് ക്ലോസ് ആയിട്ടുള്ളത് കറന്റ് മാർക്കറ്റ്. ബാക്കി നോക്കാം. ചെറിയ രീതിയിൽ ഇടയ്ക്കൊന്ന് ടൈറ്റാൻ ഒന്ന് ചെറിയ രീതിയിൽ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ JSWCയിൽ ആ നെഗറ്റീവ് പദവി JSWC അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്. ബജാജ് ഫിന്ന് ആൻഡ് എറ്റേണലൊന്നും കുഴപ്പമില്ലാന്നേ, അതൊക്കെ അങ്ങ് കയറിപ്പോക്കോളും. HDFC ലൈഫും. ആൻഡ് ഓൾസോ നമ്മളുടെ ഇതിലേക്ക് കൂടുതൽ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ടീം അത് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡോണ്ട് മിസ് ഇറ്റ്. ആദ്യം അവിടെ ജോയിൻ ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് സ്റ്റോക്കിനെയാണ് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഫൈൻ. സോ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് നിഫ്റ്റി ഈ രീതിയിൽ നിന്ന് പെർഫോം ചെയ്തു. ബാങ്കും അതുപോലെ തന്നെ നിഫ്റ്റി ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം മിഡ് ക്യാപ്പ് കുഴപ്പമില്ലാതെ ഒരു പെർഫോമൻസ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് എടുക്കേണ്ട കാര്യമില്ല. ഇവിടുന്ന് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെ കീപ്പ് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ മിഡ് ക്യാപ്പ് ഓൾമോസ്റ്റ് 700 ക്വാണ്ടിറ്റി 349 നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. 463 കറന്റ് നിൽക്കുന്നു. ഓൾമോസ്റ്റ് 32% നമുക്കിത് പുഷ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ മിഡ് ക്യാപ്പ് വിത്ത് പെർഫോം ചെയ്തു. സെൻസെക്സ് സൈഡ് ബേസ് തന്നെ, അതായത് ആ ഒരു ബെയറി സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ നോക്കാം നാളെ മാർക്കറ്റ് എങ്ങനെ പോകും എന്നുള്ളൊരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയിൽ നാളെ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസിന് മുകളിൽ, അതായത് 25,550 മുകളിൽ 25,550 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ 25,650 മുകളിൽ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ബുള്ളി സൈഡിലേക്ക് റാലി കാണാവുന്നതാണ്. 25,738 25,800 നമ്മളുടെ ടാർഗറ്റായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പല രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ആകാം. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആകാം, ഗ്യാപ്പ് അപ്പ് ആകാം, സ്മോൾ ഗ്യാപ്പ് അപ്പ് ആകാം, ബിഗ് ഗ്യാപ്പ് അപ്പ് ആകാം, സ്മോൾ ഗ്യാപ്പ് ഡൗൺ ആകാം, ബിഗ് ഗ്യാപ്പ് ഡൗൺ ആകാം. ഇത് ഏത് രീതിയിലാണെങ്കിലും ഒരു സ്മോൾ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, തിരിച്ചത് സസ്റ്റെയിൻ ചെയ്തെടുക്കാം. എന്നാൽ ഒരു ബിഗ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിലോ തീർച്ചയായിട്ടും നമുക്ക് 25,650 നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ബെറ്റർ 25,650 ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതേസമയം ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലോ ഈ ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ബിഗ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നാളെ നോൺ ട്രേഡിംഗ് സോണ്, നോ ട്രേഡ് ഡേ ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാവുന്നതാണ്. അതേസമയം നിഫ്റ്റിയിലേക്ക് വരിക, അതായത് നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ 57,500 57,500 മുകളിൽ പോവുകയാണെങ്കിലാണ് നമ്മളത് യൂസ് ചെയ്യുക. 57,500 മുകളിലാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് വ്യൂ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഫിൻ നിഫ്റ്റിയുടെ കേസ് ആണെങ്കിലും ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് ഈ ഒരു റേഞ്ചിന് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അതായത് നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റി ഓൾമോസ്റ്റ് സെയിം, അതായത് ഒരു പോസിറ്റീവ് കോറിലേഷൻ തന്നെയാണ് ഇത് പോകുന്നത്. അതിനോടൊപ്പം സെൻസെക്സിനെ അവിടെ കൊണ്ടിടാൻ എന്താണെന്ന് പറഞ്ഞു തരാം. എന്നിരുന്നാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് കോറിലേഷനോട് കൂടി ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ ആംഗുലർ സൈഡിൽ നമുക്ക് എടുക്കാം. ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഒരു 1% റിസ്ക് എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതിൽ കൂടുതലൊന്നും എടുക്കണമെന്ന് നിർബന്ധമില്ല. 27,360 ഈ ഒരു ഹൈക്ക് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് എൻട്രി നല്ല രീതിയിൽ കൺസിഡർ ചെയ്യാം. ATL എങ്ങനെ ട്രേഡ് എടുക്കാം, എങ്ങനെ കൺസിഡർ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. സെൻസെക്സ് പോവുകയാണെങ്കിൽ എല്ലാം സെയിം തന്നെയല്ലേ, അതായത് നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റി ഇതുപോലെ തന്നെയാണ് പോകുന്നത്. മിഡ് ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോക്കാം. 84,000 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് അവിടെ കീപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്.
മിഡ് ക്യാപ്പ് കുറച്ച് 2 ദിവസങ്ങളായിട്ട് നമ്മളുടെ ഹീറോ എന്ന് പറയുന്നത് മിഡ് ക്യാപ്പാണ്. അപ്പോൾ ഈ മിഡ് ക്യാപ്പിലേക്ക് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക 13,470 മുകളിൽ പോവുകയാണെങ്കിൽ നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അല്ലാത്ത പക്ഷം ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാ. ബട്ട് ഞാൻ എക്സ്ട്രാ വേറെ ഒരു ട്രേഡ് എടുക്കുന്നില്ല, അത് തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ക്രൂഡ് ഓയിലിലേക്ക് ഒന്ന് പോയി നോക്കാം. റൈറ്റ്, ക്രൂഡ് ഓയിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് നാളുകളായിട്ട് ഇത് നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എപ്പോഴെങ്കിലും ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഒരു ആംഗുലർ ഒരു 1% ഒക്കെ റിസ്ക് എടുക്കാവുള്ളേ. നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് അറ്റ് 5700 സി, അതൊരു മിനിമലായിട്ട് വരുന്നതേ ഉള്ളൂ, ഇച്ചിരി കയറ്റി വെച്ചാൽ മതി. ഇസ് ഗുഡ്. ഓക്കെ, സോ ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ആൻഡ് 5800 നമുക്ക് ടാർഗറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. അത് കഴിഞ്ഞാലോ ഗ്യാപ് ഫില്ലിംഗ് വരേണ്ട ബേസിസിൽ 6000 നമുക്കൊരു പ്രോബബിലിറ്റി ഉണ്ട്. നമുക്ക് നോക്കാം ഇല്ലേ, കാരണം നമുക്കറിയാം ക്രൂഡ് ഓയിലൊക്കെ ഒരു ഹ്യൂജ് റാലി റീസെൻ്റ്ലി തന്നതാണ്. അതിൻ്റെ ബേസിസിലാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ വഴിക്ക് എന്തായാലും അങ്ങ് വിടാവുന്നതാണ്. അതേസമയം നാച്ചുറൽ ഗ്യാസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ ഇത് മൊമെൻറ്റം തരുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ ട്രേഡ് എടുക്കുന്നില്ല, അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിട്ടേക്കുവാണ്. ആൻഡ് ഗോൾഡ് സിആർ പലരും ഫോറക്സിൻ്റെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ ചാർട്ടാണ് കറൻ്റ് എടുക്കുന്നത്. ഇപ്പോൾ 1 അവർ നോക്കുകയാണെങ്കിൽ ഇത് റീസെൻ്റ്ലി എന്താ ചെറിയൊരു ബേറി സൈഡിലേക്ക് കാണിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ഈ ഒരു റേഞ്ച് 3250 റൈറ്റ്, 3250 ഈ ഒരു റേഞ്ചിന് താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു ബേറി സൈഡിലേക്ക് നോക്കാവുന്നതാണ്. വെയിറ്റ് ചെയ്യാം. ഗോൾഡ് ഇതൊക്കെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ക്രിപ്റ്റോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെയ്യാം, നമുക്ക് നേരെ കുഴപ്പമില്ലാത്ത ഒരു റാലി തന്നു. ഇന്ന് ക്രിപ്റ്റോ ഓൾമോസ്റ്റ് 1:11.97 പുഷ് വന്നു. ഇതെങ്ങനെ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കിയാൽ കണ്ടോ, ഈ ഒരു ചാനലിൻ്റെ ഹൈ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. പക്ഷേ ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസിന് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്താൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ബിറ്റ് കോയിനിൽ. സോ എന്തായാലും കറൻറ്റ്ലി ഒരു ട്രേഡ് റണ്ണിങ്ങിലുണ്ട്. ഓൾമോസ്റ്റ് $400 നമ്മൾ പ്രോഫിറ്റിലാണ്. $400 നമ്മൾ അതിൽ പ്രോഫിറ്റബിൾ ആണ്. സോ വെൽ കുറേ അധികം പേർക്ക് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാനായിട്ട് അറിയുകയില്ല. ബട്ട് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാനായിട്ട് പഠിക്കണമെന്നൊക്കെ ഉണ്ടല്ലോ. വളരെ ഒരു ബേസിക് കോഴ്സ് നമ്മൾ ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ഞാൻ എടുക്കുന്ന ട്രേഡ്സും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടുകയും ചെയ്യും, ഇൻ ക്രിപ്റ്റോയിലുള്ള ട്രേഡ്സും കാര്യങ്ങൾ. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് ഉണ്ട്. നമ്മുടെ ലിങ്ക് വെച്ച് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ആൻഡ് ഓൾസോ ഒരു ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഉണ്ട്, അങ്ങോട്ടൂടെ ഒന്ന് ജോയിൻ ചെയ്തേക്കുക. അവിടുന്ന് നിങ്ങൾക്ക് നേരെ നമുക്കുള്ള ഈ സെഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 500 രൂപയ്ക്കുള്ള ചോദ്യം ഇതാണ്: നിഫ്റ്റിയുടെ ലോഡ് സൈസ് എത്രയാണ്? താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. ശരിയായ ഉത്തരം നൽകുന്ന ഒരാൾക്ക് നാളെ വൈകുന്നേരം 500 രൂപ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാനാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. നമ്മളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ പ്രിയാൻ പോസ്റ്റ് വളരെ ഷോർട്ട് ആക്കിയിട്ടുണ്ട് ഞാൻ. സോ എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നമ്മുടെ ടീം എന്തായാലും അസിസ്റ്റ് ചെയ്യും. ലേശം ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു, അതായിരുന്നു. അപ്പോൾ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാവുന്നതാണ്.